ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്ന് ചെമ്മീൻ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെമ്മീൻ കൊണ്ടാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ്. അപ്പോൾ ചെമ്മീൻ, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് ചെറിയൊരു പീസ്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പുളിവെള്ളം, കുടംപുളി സോക്ക് ചെയ്ത ആ ഒരു വെള്ളം, അതൊരു ടീസ്പൂൺ ഒഴിക്കാം. ചെറിയ പുളിയൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ടുള്ളൂ. ചെമ്മീൻ, സവാള, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷാണ്. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. സവാള കട്ട് ചെയ്യുമ്പോൾ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട, തീരെ ചെറുതുമാക്കേണ്ട, ഒരു മീഡിയമായിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് ഇങ്ങനെ കാണണമല്ലോ, അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ട്രാൻസ്പെറൻ്റ് ആയി കളറാകുന്നവരെ വഴറ്റിയാൽ മതി. ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ്. തേങ്ങാക്കൊത്തും ചേർത്ത് ഇതുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഡിഷിന് തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങ എടുക്കുക. ഉണങ്ങിപ്പോയ തേങ്ങ എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്തത്. ചതച്ച ഉണക്കമുളക് 1 ടീസ്പൂൺ ചേർത്തു. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ചെമ്മീൻ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ചെറിയ തീയിലിട്ട് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ നമ്മൾ പച്ചക്കറി മെഴുക്ക് പുരട്ടിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ചെമ്മീൻ മെഴുക്ക് പുരട്ടി ഈ ഒരു പാകത്തിന് മതി. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ഡിഷാണ്, വളരെ ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.